നമസ്തേ. പ്രവാസ ലോകത്തു നിന്നുള്ള പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേ അറേബ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ മാസം ഭക്തി സാന്ദ്രമായി ആചരിക്കുകയാണ് പ്രവാസികളും. ദുബായിലെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും മാറി മാറിയാണ് രാമായണ പാരായണവും കഥപറച്ചിലുമെല്ലാം നടക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും പാരായണം. പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടിസുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമ്മ. ഇടമുറിയാതെ മഴ പെയ്യുന്ന കള്ളക്കർക്കിടകം ഇപ്പോൾ കലണ്ടറിൽ ഒതുങ്ങി. മലയാളിയുടെ മനസ്സിലത് രാമായണ മാസമായി മാറി. മലയാളി ഉള്ളിടത്തെല്ലാം കർക്കിടകം രാമായണ മാസാചരണത്തിന് വഴിമാറി. മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ട് തവ ഭീഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചെയ്തിച്ച്. രാമായണശീലുകളുടെ ഭക്തിസാന്ദ്രമായ വായന കൊണ്ട് പ്രവാസ ലോകവും മുഖരിതമാണ്. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിക്കുകയാണ് പ്രവാസികളും. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമ ജപങ്ങളുടെ നാളുകളാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. ഭവപങ്കജഭവമുഖദൈവതം ദേവം ദിനിജപതികോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം. ദുബായ് മുഹൈസന മലയാളി കൂട്ടായ്മയുടെ കർക്കിടക മാസത്തിൽ ആചരിക്കുന്ന രാമായണം എല്ലാ വിവിധ കുടുംബങ്ങളിൽ ഒരു മാസത്തോളമായി നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. നമ്മൾ ജോലി സമയം കഴിഞ്ഞിട്ട് എല്ലാവരും പ്ലാൻഡ് ആയിട്ടാണ് ഈ മാസത്തിൽ നമ്മൾ നടത്തി വരാറുള്ളത്. അപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് നേരിട്ട് ഇതിനു വേണ്ടി വരികയല്ല. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. ഇവിടെ എത്തിയിട്ട് രാമായണം പാരായണം തുടങ്ങിയവരും ധാരാളമുണ്ട്. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണം പാരായണം ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും വൈകിട്ട് 7:30 ആകുമ്പം ഏതെങ്കിലും ഒരു വീടുകളിൽ ഒത്തുകൂടി എല്ലാ കുടുംബങ്ങളും കൂടി ഒന്നിച്ചിരുന്ന് ആദ്യം രാമായണം പാരായണം ചെയ്യും. പിന്നെ അതിൻ്റെ കഥാസാരം ഒരാൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ സന്തോഷമായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് കൂടിച്ചേർന്ന് ചെയ്യുന്നു. ഞാനും ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേങ്കിൽ നമുക്കതിനോടുള്ള ആ ഇഷ്ടം കാരണം, രാമായണത്തോടുള്ള ഇഷ്ടം, നമ്മൾക്ക് എല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്നൊന്ന് സന്തോഷമായിട്ടിരിക്കാനുള്ള അവസരം. അതുകൊണ്ട് ജോലി കഴിഞ്ഞ് എല്ലാവരും മാക്സിമം ഓടിയെത്താൻ ശ്രമിക്കുന്നു. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം എല്ലാവരും എത്താറുണ്ട്. ആബാലവൃന്ദം ജനങ്ങളും ആവേശത്തോടെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ UAEയിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. രാമായണ മാസാചരണം ആരംഭിച്ചതോടെ കൊച്ചുകുട്ടികൾക്ക് വരെ രാമായണം വായിക്കാൻ പഠിക്കണമെന്ന താല്പര്യം വന്നിട്ടുണ്ട്. ഈ പ്രവാസ ഭൂമിയിൽ നമ്മളുടെ വരും തലമുറയെ കൂടിയിട്ട് കൊച്ചുകുട്ടികളെ കൂടിയിട്ട് രാമായണ പാരായണത്തിൻ്റെ അല്ലെങ്കിൽ രാമൻ്റെ ജീവിതം എങ്ങനെയാണോ നമ്മൾക്ക് കുടുംബങ്ങൾക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി വരും തലമുറകളും അദ്ദേഹത്തിൻ്റെ ആ മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ എങ്ങനെയാണോ അദ്ദേഹം സമൂഹത്തോടും എങ്ങനെയാണോ കടപ്പെട്ടിരുന്നത്, അദ്ദേഹം രാജാവായിരുന്നു, ആ രാജഭവങ്ങളൊക്കെ വിട്ടുമാറ്റി അദ്ദേഹത്തിന് അച്ഛൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വനവാസത്തിനിറങ്ങുന്നു. അദ്ദേഹത്തോടു കൂടിയിട്ട് അനുഗമിക്കുന്ന പത്നി, സഹോദരൻ ലക്ഷ്മണൻ, അവരെയൊക്കെ ഒരു ജീവിതമാർഗം എങ്ങനെയാണ് കുടുംബങ്ങൾക്ക് ഏറ്റവും അനുകരണീയമായ രീതിയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രവാസ ഭൂമിയിൽ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ വരും തലമുറയും അത് തന്നെയായിരിക്കണം. അതാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് മാർഗനിർദ്ദേശമാണ് രാമൻ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം ഭഗവാനായാലും നമ്മൾ മനുഷ്യനായിട്ട് ജന്മം പൂണ്ടിട്ട്
അദ്ദേഹം എടുത്തിരിക്കുന്ന ആ ജീവിത വൃത്തി എങ്ങനെയാണോ ഒരു കുടുംബത്തിൽ അനുവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും അതിൽ പരം വേറെ ഒന്നുമില്ല നമ്മൾക്ക്. അത് നമുക്ക് തലമുറയായിട്ട് നമ്മളുടെ അച്ഛനമ്മമാരൊക്കെ രാമായണ പാരായണങ്ങളിലൊക്കെ സന്ധ്യാനാമങ്ങളിലൊക്കെ കർക്കിടക മാസങ്ങളിലൊക്കെ അനുവർത്തിച്ചിരുന്നു. അത് നമ്മളിപ്പം നമ്മുടെ സമൂഹങ്ങളിൽ ചെറിയ സമയങ്ങളിലൊക്കെ കൂടിയിട്ട് വൈകുന്നേരം 7:30 ആകുമ്പം നമ്മൾ തുടങ്ങും. ഒരു 9 മണി വരെ പാരായണം ഇത് ഒരു എല്ലാ കുടുംബങ്ങളിലും അനുവർത്തിക്കാനുള്ള നിങ്ങൾ. ഇനിയുള്ള ദിവസങ്ങളും പ്രവാസികൾ രാമകഥാ മാധുര്യം നുകരട്ടെ. നമസ്തേ റിവയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.